Welcome back to a new video lecture, and here we discuss the physical and chemical properties of certain minerals, and we already started the discussion in the last section, last class. Okay, so here we discuss about these mica groups, and we will see some two important terms, two important minerals in these mica groups. So here you can observe it is split into very thin sheets along one directions. അതായത് മൈക്ക ഗ്രൂപ്പ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന മിനറൽസിനെ ഇൻ വൺ ഡയറക്ഷനിൽ നമുക്ക് അതിനെ വളരെ തിൻ ഷീറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. സോ ആൻഡ് ഇറ്റ്സ് പെർസെൻറ്റേജ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 4%, ദെൻ സിലിക്കേറ്റ്സ് ഓഫ് അലുമിനിയം ആൻഡ് പൊട്ടാസ്യം. സോ ദിസ് ഇസ് ദ ജനറൽ കോമ്പോ, അല്ലെങ്കിൽ മൈക്ക ഗ്രൂപ്പ്സിൻ്റെ ഒരു ജനറൽ കോമ്പോസിഷൻ്റെ കേസാണ് പറഞ്ഞത്. സിലിക്കേറ്റ്സ് ഓഫ് അലുമിനിയം ആൻഡ് പൊട്ടാസ്യം, and it's a tetrahedra, then its ratio it is going to be silicon dioxide 2:5. Then you can also and here we are going to discuss about this moscovite and this biotite. അതായത് നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ രണ്ട് ഇമ്പോർട്ടൻറ്റ് കേസസ് ആണ് മൊസ്കോവൈറ്റ് ആൻഡ് ബയോട്ടൈറ്റ്. സെയിം രീതി തന്നെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ പോകുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസസ്, എങ്ങനെയാണ് ഹാർഡ്നെസ്, ആ പ്രോപ്പർട്ടീസ് കാര്യങ്ങളായിരിക്കും നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മൈക്ക ഗ്രൂപ്പിൻ്റെ ഒരു സ്പെഷ്യൽ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ബസാൾ ക്ലീവേജ് ആണ്. ദെൻ ഹാർഡ്നെസ് വാലിറ്റി ഈസ് ഗോയിങ് ടു ബി വെരി ലോ, ആൻഡ് വിട്രസ് ലക്സ്റ്റർ പ്രോപ്പർട്ടി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വിട്രസ് നേച്ചർ, മീൻസ് ഇറ്റ്സ് എ ഗ്ലാസി ടൈപ്പ്. അതായത് അതിൻ്റെ ഷൈനിങ് അപ്പിയറൻസ് എന്ന് പറയുന്നൊരു ഗ്ലാസി നേച്ചർ ആയിരിക്കും. സോ we move on to the mica groups. First one is muscovite. The most common, ഇതാണ് ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ, ആൻഡ് ദ മോസ്റ്റ് കോമൺ വെറൈറ്റി ഓഫ് മൈക്കയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയാണ്. ആൻഡ് ഇറ്റ്സ് ഒക്കറൻസ് ഇസ് ഗോയിങ് ടു ബി ഇഗ്നസ് ആൻഡ് മെറ്റമോർഫിക്, ദെൻ ക്ലീവേജ് ബസാൾ ആൻഡ് എമിനൻറ്റ്. ക്ലീവേജ് നേച്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്ലീവേജ് പ്ലെയിൻ ഏതിൽ കൂടിയാണ് അത് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്, അതാണ് ബസാൾ നേച്ചർ എന്ന് പറയുന്നത്. ദെൻ ഗുഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് കളർലെസ്, ദെൻ കളർലെസ് സ്ട്രീക്ക്, വിറ്റേരിയസ് ആൻഡ് പേർലി ലക്സ്റ്റർ, സ്പെസിഫിക് ഗ്രാവിറ്റി ഗോയിങ് ടു ബി 2.7 to 3.1, ഹാർഡ്നെസ് 2.5 to 3. Then moving on to the biotite, its equation it is going to be this one is the general equation. And here also cleavage it is going to be same, then hardness values is, specific gravity values is, you please note down, colorless streak, then where it is going to be occur. Okay, നമുക്ക് ബേസിക്കലി ഈ പറയുന്ന എല്ലാ കേസസിലും ഒരു 7-8 മിനറൽസിൻ്റെ കേസസ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ കേസസിലും പ്രോപ്പർട്ടീസ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ടാബ്ലർ ഫോമിൽ എഴുതുക. അതിനുശേഷം റിപ്പീറ്റ് റിവിഷനിലാണ് നമുക്ക് മനസ്സിലേക്ക് ഇരിക്കുക. തറോ ആയിട്ട് ഇരിക്കണമെങ്കിൽ റിപ്പീറ്റ് റിവിഷൻസ് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, സോ ഇതാണ് മൈക്ക ഗ്രൂപ്പ്സിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറീസിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ടാബ്ലർ ഫോമിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന ജനറൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതിനെ ഒന്നുകൂടി ഒന്ന് ടാബ്ലർ ഫോമിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. മൈക്ക ഗ്രൂപ്പിൻ്റെ കേസ് അറ്റോമിക് സ്ട്രക്ചർ എങ്ങനെ വരുന്നു, ക്രിസ്റ്റലൈസേഷൻ എങ്ങനെ വരുന്നു, ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന മൊസ്കോവൈറ്റ് ആൻഡ് ബയോടൈറ്റിൻ്റെ കേസാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ജനറൽ കാറ്റഗറി കാര്യങ്ങളാണ്, അതിന് എക്സാമ്പിൾസ് ആണ് മൊസ്കോവൈറ്റ്, ബയോടൈറ്റ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ടാബ്ലർ ഫോമിൽ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ബയോടൈറ്റ് രണ്ട് കേസസും. അപ്പം കെമിക്കൽ കോമ്പോസിഷൻ, ക്രിസ്റ്റൽ സിസ്റ്റം എന്താണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, മോണോക്ലിനിക്ക്, അത് എത്രത്തോളം ആംഗിളിലാണ്, മീൻസ് ഒരു ആംഗിളിലാണെങ്കിൽ മോണോക്ലിനിക്ക് ചെയ്തിരിക്കുന്ന കാര്യം നമ്മൾ കണ്ടിരുന്നു. ദെൻ ഫോം, ദെൻ കളർ ലക്സ്റ്റർ, പേർലി ലക്സ്റ്റർ ആണ് പറയുന്നത്. ദെൻ ഫ്രാക്ചർ, hardness, specific gravity, then any specific properties are there. Okay, so that is regarding the mica group. Okay, ഇനി അടുത്ത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഗ്രൂപ്പാണ് പൈറോസിൻ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ അതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണേണ്ടത് എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്. ജനറലി ഒക്കർ ഇൻ ഇഗ്നസ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്, ആൻഡ് കോമ്പോസിഷൻ ഒരു ജനറൽ ഫോർമുലയാണ് RSiO3. ഈ പറയുന്ന കാൽസ്യം ആകാം, സോഡിയം ആകാം, അലുമിനിയം എല്ലാം. ദെൻ ഇറ്റ്സ് കോമ്പോസിഷൻ ഓർ ഇറ്റ്സ് റേഷ്യോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി SI, അതായത് 1:3 റേഷ്യോയിലാണ് വരുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഹൈപ്പർ സ്പീൻ ആൻഡ്
ഓഗേറ്റ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഓർത്തോറോംബിക് ആൻഡ് മോണോക്ലിനിക്. ഇതിൻ്റെ ഒരു ജനറൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ഇൻ കളർ, ഹാർഡ്നെസ് വാല്യൂസ് പ്രൊവൈഡഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ഇറ്റ്സ് ക്ലീവേജ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പ്രിസ്മാറ്റിക്. അപ്പോൾ ഇതാണ് ബേസിക്കലി പൈറോസിൻ ഗ്രൂപ്പിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് പഠിക്കേണ്ടത് ഓഗേറ്റ് ആൻഡ് ഹൈപ്പർസ്തീൻ ആണ്. അതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനുലാർ മാസ് ഓർ ഷോർട്ട് പ്രിസ്മാറ്റിക് ക്രിസ്റ്റൽസ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്രിസ്റ്റൽ പാർട്സസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു കേസസ് ആണ് ഓഗേറ്റിൻ്റെ ഫീച്ചറിൽ വരുന്നത്. വേരിയബിൾ കളർ, ദെൻ ക്ലീവേജ് ഈസ് ഗോയിങ് ടു ബി പ്രിസ്മാറ്റിക് ഓർ ഗുഡ്, ദെൻ വിട്രിയസ് ലക്സ്റ്റർ, വിറ്റ്നസ് റോക്സസ്, ദെൻ ഹൈപ്പർസ്തീൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ മാസീവ് ഒക്കേഷൻ, മാസീവ് ഒരുപാടധികം ഫോംസ് വരുന്നു. ദെൻ ഗ്രേ സ്ട്രീക്ക് ആവാം. ഓക്കെ, ദെൻ പേർലി ടു വിട്രസ് ലക്സ്റ്റർ ഫൗണ്ട് ഇൻ വോൾക്കാനിക് ഇഗ്നസ് റോക്സ് ആൻഡ് പ്ലൂട്ടോണിക് റോക്സസ്. അപ്പം ഇതാണ് പൈറോസിൻ ഗ്രൂപ്പിൻ്റെ ഒരു കേസസിൽ നമുക്ക് ഡീൽ ചെയ്യേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ്, ദാറ്റ് ഈസ് ഓഗേറ്റ് ആൻഡ് ഹൈപ്പർസ്തീൻ. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എങ്ങനെയാണ് പൈറോസിൻ ഗ്രൂപ്പിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഓഗേറ്റ് ആൻഡ് ഹൈപ്പർസ്തീൻ. അപ്പം ഇതിൻ്റെ കേസിലും ഇതേപോലെ തന്നെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ, അതായത് പൈറോസിൻ ഗ്രൂപ്പിനെ തന്നെ മീൻസ് അതൊരു ജനറൽ ഗ്രൂപ്പാണ്. അതിനകത്ത് വരുന്ന രണ്ട് കാറ്റഗറീസ് ആണ് ഈ പറയുന്ന ഹൈപ്പർസ്തീനും ഓഗേറ്റ് എന്നും പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്, ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഒരു ടാബുലർ ഫോമിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ ഹൈപ്പർസ്തീൻ്റെ അതുപോലെ തന്നെ ഓഗേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങൾ. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിങ് സമ്മോൾ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്ന രണ്ട് കാറ്റഗറീസ് ആണ്, മൈക്ക ഗ്രൂപ്പും പൈറോസിൻ ഗ്രൂപ്പും. ഓക്കെ, അപ്പം അതിൻ്റേതും ഇതുപോലെ തന്നെ ടാബുലർ ഫോമിൽ വരയ്ക്കുക. എന്നിട്ട് ഈ പറയുന്ന ജനറൽ ആയിട്ടുള്ളത് ദെൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ട രണ്ട് കേസസ് രണ്ടും കൂടെ മീൻസ് നല്ല രീതിയിൽ എഴുതുക. ഓക്കെ, so I hope the section clear, and with this we wind up today's section. Thank you.